വിമാനത്തിലെ സംഘർഷത്തിൽ ഇ.പി. ജയരാജനെതിരായ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഡിവൈഎസ്പിമാരായ അജയ് ചന്ദ്രൻ, ഗോപകുമാർ, വലിയതുറ CI അശോകൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. അരുൺ, വിശദാംശങ്ങൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധക്കാരെ തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. അവരെ തടഞ്ഞ ഇ.പി. ജയരാജൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ നേരത്തെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നത്. ഇ.പി. ജയരാജന് ക്ലീൻ ചിറ്റ് നൽകി പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച കോടതി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ സർക്കാർ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഫർസീൻ മജീദ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറുന്നത്. കേസ് എഴുതല്ലാൻ സാധിക്കില്ലെന്നും ജയരാജനും ഗൺമാൻ അനിൽകുമാർ, പിണറായിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷ് എന്നിവർക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടത്തണമെന്നുമാണ് കേസെടുക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. കിഴക്കൻ സിക്കിമിലെ പാക്യോങ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തന്ത്രപ്രധാന അതിർത്തി റോഡുകൾ അടച്ചു. മേഖലയിൽ വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മലഞ്ചെരുവുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ റങ്പോ റോർതാങ് പാതയും റെനോക്ക് വരെയുള്ള റോഡും പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ജനറൽ റിസർവ് എഞ്ചിനീയർ, ഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചാണ് ഇവരുടെ പ്രവർത്തനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.